സർവലോക നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും സൃഷ്ടികളിൽ ഉത്തമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ പരിപാവനമായ ഏറ്റവും പവിത്രവും അനുഗ്രഹീതവുമായ ഒരു മാസത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ. ഏറ്റവും പവിത്രമായ ദിനം എന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ദിനത്തിന്റെ ഓരോ സ്റ്റെപ്പുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു കട ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കടയുടമ ഒരു പ്രഖ്യാപനം നടത്തി. 1 രൂപക്ക് ഒരു ഷൂ തരാം, 1 രൂപക്ക് ഒരു വാച്ച് തരാം. ഏകദേശം 5000-ലധികം ആളുകൾ അവിടെ തമ്പടിച്ചു. അതിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. അവർ വളരെ നേരത്തെ എത്തിയ ആളുകൾ, തലേ ദിവസം ഉറക്കൊഴിഞ്ഞ് കാത്തുനിന്ന ആളുകൾ, പൊരി വെയിലാകുന്നത് വരെയും ആ സമയത്തും അവിടെ വിടാതെ തിങ്ങിക്കൂടിയവർ. അവസാനം അവിടെ അപകടമുണ്ടാകുമെന്ന് കരുതി ഈ തിക്കിലും തിരക്കിലും പെട്ട് വലിയ അബദ്ധം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ പോലീസുകാർ ലാത്തിച്ചാർജ് ചെയ്തു എന്നതാണ്. പലർക്കും പരിക്ക് പറ്റി, കടയുടമകൾക്കെതിരെ കേസെടുത്തു. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തേ കാരണം? 1 രൂപക്ക് ഒരു ഷൂ ആണ്, 1 രൂപക്ക് ഒരു വാച്ചാണ്. ഈ ഓഫർ എന്ന് കേട്ട സമയത്ത് ആളുകൾ അടിച്ചു കയറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നുണ്ട്, മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓഫർ അല്ലാഹു നൽകിയിരിക്കുകയാണ്. ആ ഓഫർ നാളെ പരലോകത്ത് നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരാക്കുന്ന ഓഫറാണത്. ആ ഓഫറിന്റെ ദിവസങ്ങൾ ഈ വരുന്ന ഈ മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളില് പുണ്യമാക്കപ്പെട്ട ദിവസത്തിന്റെ രാവുകളിലാണ് നിങ്ങൾക്ക് ആ ഓഫർ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. ആ ഓഫർ സ്വീകരിക്കാൻ ഭൗതികപരമായ ഓഫറുകൾക്ക് വേണ്ടി നെട്ടോട്ടം കൊടുത്ത മനുഷ്യൻ അല്ലാഹു ഓഫർ നൽകിയപ്പോ അതിലേക്ക് നോക്കാതെ, ആ ഓഫർ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരനായി തീരുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തീങ്ങൾ, നമ്മൾ അടങ്ങുന്ന ഉമ്മത്തീങ്ങൾ, നമ്മുടെ പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 60 വസറഅയിലാണ്. 60-നും 70-നും ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ പ്രായം എന്ന്. പ്രിയപ്പെട്ടവരെ, 70-ൽ കൂടുതൽ ഉള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അനുഗ്രഹിച്ചിട്ട് അവർക്ക് അത് ലഭിക്കുന്നതാണ്, ഐസ് കൂട്ടിക്കിട്ടുന്നതാണ്. എന്നാൽ ഒരു ശരാശരി നമ്മുടെ സമുദായത്തിന്റെ പ്രായം 60-നും 70-നും ഇടയ്ക്കാണ്. ആ വർഷം, ആ കുറഞ്ഞ വർഷങ്ങൾ മാത്രം ജീവിച്ച ഒരു സമൂഹം നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിലേക്ക് കടക്കുമ്പോ സിറാത്തിനോട് അതിവേഗതയിൽ കടക്കുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളാണ്. സിറാത്ത് പാലത്തിൽ ചില ആളുകൾ വേഗതയിൽ നടക്കും, ചില ആളുകൾ മെല്ലെ നടക്കും, ചില ആളുകൾ ആകെ വെപ്രാളത്തിൽ നടക്കും, ചില ആളുകൾ അതിവേഗതയിൽ നടക്കും. കൊടുങ്കാറ്റിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. ആ സഞ്ചരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ആരാണെന്നറിയുമോ? എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. 60 വർഷം മാത്രം ജീവിച്ച, 70 വർഷം മാത്രം ജീവിച്ച ആളുകളാണ്
ആ ഓടിപ്പോകുന്നത് എന്ന്, സ്വർഗത്തിലേക്ക് ഓടിപ്പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സമുദായമുണ്ട്. നാളെ പരലോകത്തേക്ക് വിചാരണ നാളിലേക്ക് ഓടിക്കൂടുമ്പോൾ ഒരു ഭാഗം ആളുകൾ അതിവേഗതയിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. അല്ലേ? ആ ഒരു ഭാഗം ആരായിരിക്കും? ആദ്യത്തെ ഭാഗം ആരായിരിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. എന്റെ സമുദായമാണ്, എന്റെ സമുദായമാണ്. 60 വയസ്സും 70 വയസ്സും വരെ ജീവിച്ച എന്റെ സമുദായമാണ് ആ ഖബറിൽ നിന്ന് അതിവേഗതയിൽ എഴുന്നേൽക്കുന്ന ആളുകൾ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആദ്യമായി തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്റെ സമുദായമാണ്. എന്റെ സമുദായമാണ്, എന്റെ ഉമ്മത്തീങ്ങളാണ്, നമ്മളാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നു. 60 70 വയസ്സും മാത്രം ജീവിച്ച നമ്മളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോൾ എന്റെ സമുദായത്തെ ഞാൻ പ്രത്യേകം തിരിച്ചറിയും. അവര് ഓന്റെ അവയവങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കും. മറ്റുള്ള സമുദായത്തെക്കാൾ അവരെ വ്യത്യസ്തമാക്കുന്നത് ആ പ്രകാശമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. 60 വർഷം മാത്രം ജീവിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഒരുപാട് സമുദായത്തിന്റെ ആയുസ്സുകൾ ഇങ്ങനെ കാണിക്കപ്പെടുക. 5000 വർഷം ജീവിച്ച ആളുകൾ, 4000 വർഷം ജീവിച്ച ആളുകൾ, 3000 വർഷം ജീവിച്ച ആളുകൾ, 1000 വർഷം ജീവിച്ച ആളുകൾ, 900 വർഷം ജീവിച്ച ആളുകൾ, ഇങ്ങനെ സമുദായത്തിന്റെ ആയുസ്സുകൾ ലോകത്തിന്റെ പ്രവാചകരെ മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമാകെ വാടി, മുഖമാകെ പ്രയാസപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ മലാക്കയോട്, അല്ലയോ ജിബ്രീലേ, എന്റെ സമുദായത്തിന്റെ പ്രായം 60 മടക്ക് മാത്രമാണ്. ഈ 1000 വർഷം, 2000 വർഷം, 5000 വർഷം ജീവിച്ച് നന്മ ചെയ്ത ആളുകളില്ലേ, ആ നന്മകൾക്ക് തുല്യമായിട്ട് എന്റെ സമുദായത്തിന് വരാൻ കഴിയില്ലല്ലോ, എന്റെ ഉമ്മത്തിന് വരാൻ കഴിയില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ, പ്രയാസപ്പെട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മലാക്ക പറയുന്നുണ്ട്, അല്ലാഹു അവർക്ക് നൽകിയിരിക്കുന്നു ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമുള്ള രാത്രി അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ മലാക്ക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു കുറഞ്ഞൊരു സമയം റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായാൽ നമുക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ. 83 വർഷം 33 മാസം നിങ്ങൾക്ക് ഇതാ ഫ്രീ ആയിട്ട് ഞാൻ തരാം എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയാ. ഒന്ന് ചെറിയ രൂപത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണേ, ഇന്ന രൂപത്തിൽ ചെയ്യണേ എങ്കിൽ അതിന്റെ ഭാഗമായി ആ അനുഗ്രഹീത മാസത്തിന്റെ, അനുഗ്രഹീത ദിവസത്തിന്റെ, ആ അനുഗ്രഹീതാവിന്റെ ഭാഗമായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അതിനെ നാം ഇറക്കിയിരിക്കുന്നു ലൈലത്തുൽ ഖദറിൽ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിങ്ങൾക്കെന്നറിയാം പ്രവാചകരെ ആ നിർണയ രാത്രിയെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. എന്തിനെ? അല്ലാഹുവിന്റെ ഖുർആനിനെ. ആ ഖുർആൻ ഇറക്കിയ ഏറ്റവും അനുഗ്രഹീതമായ രാവ്, ആ ഖുർആനിനെ പിൻപറ്റാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തയ്യാറുണ്ടോ? ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഖുർആനിനെ കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ആ ലൈലത്തുൽ ഖദർ, ആ നിർണയത്തിന്റെ രാത്രി നിങ്ങളുടെ ഭാഗമായി തീരുമെന്ന്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, ഈ നിമിഷങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം. കാരണം പ്രകടനപരമായ ഒരു ഖുർആൻ പാരായണമല്ല, പ്രകടനപരമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിനോട് കൂലിയില്ല എന്നുള്ളതല്ല. ഒരക്ഷരം ഓതിയാൽ, ഒരു ലഫ്ള് ഓതിയാൽ, ഒരു ഹർഫ് ഓതിയാൽ, ഒരു വാക്യം മുഴുവൻ ഓതിയാൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്, അല്ലാഹു പ്രതിഫലം തരും. അതോടൊപ്പം ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് കടക്കാൻ, അത് ഹൃദയവുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അവിടെയാണ് വിശ്വാസികൾക്ക് വിജയമുള്ളത്. ഈ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഖുർആൻ പ്രവാചകനെ നീ വായിക്കണം എന്ന് പറഞ്ഞപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ വരെ, മരിക്കുന്നത് വരെ പ്രവാചകൻ വായിക്കാനോ എഴുതാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം ആ വാക്യം കൊണ്ട് അല്ലാഹു അർത്ഥമാക്കുന്നത് ഹൃദയം കൊണ്ട് ഖുർആനിനെ സമീപിക്കണേന്ന. അതല്ലേ ഐഷ ബീവി ചോദിച്ചല്ലോ, ഐഷ ബീവിയോട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം എന്താണ് ബീവി എന്ന് ചോദിച്ച സമയത്ത് ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖുൽഖുഹു അൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാണ് കേട്ടോ. വിശുദ്ധ ഖുർആനിലെ എല്ലാ നല്ല വശങ്ങളും അല്ലാഹുവിന്റെ റസൂലിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ഇന്നാ അൻസൽനാഹു, അതിനെ നാം നിറക്കിയിരിക്കുന്നു, ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ. ആ ഖദ്ർ കിട്ടാൻ, ആ രാത്രി കിട്ടാൻ, ആ അനുഗ്രഹീത നിമിഷം നമ്മളിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പലരും ഈ ലോകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും മുസ്ലിമീങ്ങളുടെ പേര് കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അറിയാത്ത ആളുകളാണ്, ഖുർആനിന്റെ ആശയങ്ങൾ അറിയാത്ത ആളുകളാണ്. നേർവിപരീതമായിട്ട് പലതും പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് കാണാം, പലതും പ്രവർത്തിക്കുന്ന ആളുകൾ കാണാം. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, അവർ പേര് പറയുന്നു. പക്ഷെ ആ ഖുർആനിന്റെ ഉള്ളിൽ നിങ്ങളോട് പറയുന്നത് എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് അറിയില്ല, എന്താണ് പറയുന്നത് എന്നറിയുന്നില്ല. ഖുർആൻ നമ്മളോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ നമുക്ക് ആശ്വാസമാകണം പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമുക്ക് സമാധാനമാകണം. ഖുർആൻ വിട്ടുവീഴ്ച ചെയ്യുന്നവരായിട്ട് ഖുർആൻ നമ്മളെ മാറ്റണം, പുഞ്ചിരിക്കുന്നവരായി. അതിൽ സദക്കയുണ്ടെന്ന് പഠിപ്പിച്ച റസൂൽ അത് ആ രൂപത്തിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ മാറ്റിയെടുക്കണമെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയവുമായി സമീപിക്കാൻ, ഹൃദയവുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ഒരു കളക്ഷന് വന്നപ്പോ, ഒരു പിരിവിന് പോയപ്പോ ആ പള്ളിയിലുള്ള കുറച്ച് ആളുകൾ മൈൻഡ് ചെയ്തില്ലായിരുന്നു. അവര് പ്രാർത്ഥനയില്ല, അവര് ആരാധനാ കർമ്മത്തില, അവര് ഖുർആൻ പാരായണത്തില. ആ പിരിവിന് വന്ന, സഹായത്തിന് വന്ന വ്യക്തിയുണ്ടല്ലോ, പള്ളിയുമായി ബന്ധപ്പെട്ട കളക്ഷന, പള്ളി നടത്തിക്കൊണ്ടുപോകാനാ ആ വ്യക്തി അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ മൈൻഡ് ചെയ്യാത്ത ആളുകൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവർ ഓതുന്നുണ്ടാവാം. നിങ്ങൾ ജിഹാദ് ചെയ്യണേ, നിങ്ങളുടെ ധനം കൊണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ ഖുർആൻ ഓതുന്ന വ്യക്തി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആശയം ഈ വ്യക്തിക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ, ആ വരുന്ന വ്യക്തിയെ സ്വീകരിച്ചെടുത്തുമായിരുന്നു. ആ വ്യക്തിയോട് ഇന്ന ആളുകളൊക്കെ നാട്ടിലുണ്ടോ, അവരൊക്കെ കാണാം, എന്റെ വക ഇന്നതാണ് എന്ന് പറയുമായിരുന്നു. ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നുവെങ്കിൽ. പക്ഷെ ഈ വ്യക്തികൾക്ക് മനസ്സിലായില്ല, ഖുർആൻ ഓതിയ വ്യക്തികൾക്ക് മനസ്സിലായില്ല. ആ ഖുർആൻ എന്നോട് പറയുന്നത് ആ വ്യക്തിയെ സഹായിക്കാനാണ്, ആ പള്ളി കമ്മിറ്റിക്ക് അവർ ചെയ്ത ഫണ്ട് കൊടുക്കാനാണ്, അവരെ പള്ളി നന്നാക്കാൻ വേണ്ടി, മദ്രസ നന്നാക്കാൻ വേണ്ടി
അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ് അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഫണ്ട് ഞാൻ അവർക്ക് കൊടുക്കണം എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ഖുർആനിക ആശയങ്ങളോട് നീതി പുലർത്താൻ ഈ വ്യക്തിക്ക് കഴിയുമായിരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്. കേവലം പ്രകടനപരമായി മാത്രം ഓതാതെ ഒരു വാക്കാണെങ്കിൽ ആ വാക്ക് എന്നോടാണ് പറയുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. അന്ന് തമിഴ്നാട്ടിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന അടിയാർ എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന് പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ട് ഓരോ രാത്രിയും പൊട്ടി കരയാണ്. സഹിക്കാൻ കഴിയില്ല പോലീസിന്റെ ക്രൂരമായ മർദ്ദനം. ആ സമയത്ത് ആ മനുഷ്യൻ ഒരു വിശുദ്ധ ഖുർആൻ ഓതുന്ന തന്റെ കൂടെ ഓതുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നുണ്ട്. ആ ഖുർആനിന്റെ പരിഭാഷ വായിച്ചു നോക്കിയപ്പോ ആ മനുഷ്യൻ കാണുകയാണ്, നിങ്ങൾ അവരുടെ ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? എന്നെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങളുടെ റബ്ബിനെ പേടിച്ചാൽ മതി, മറ്റൊരാളെയും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ റബ്ബിനെ സുജൂദ് ചെയ്യണം, റബ്ബിനെ പുണ്യങ്ങൾ ചെയ്യണം, നന്മ ചെയ്യണം. ആ റബ്ബിനോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം. ആ റബ്ബിന് മാത്രമേ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി എന്നിട്ട് പറയാണ്, കോഴിക്കോട് വെച്ച് ഈ മനുഷ്യൻ അടിയാറെന്ന് പറയുന്ന നിസ്സാരക്കാരനല്ല. അന്ന് കർണാടകയിലുണ്ടായിരുന്ന തമിഴ്നാട്ടിലുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു പത്രത്തിന്റെ പത്രാധിപരാണ് ഈ മനുഷ്യൻ. രാഷ്ട്രീയമായ കരുക്കൾ നിൽക്കുന്ന പ്രഗത്ഭനായ നേതാവാണ്, പ്രഗത്ഭനായ എഴുത്തുകാരനാണ്, കരുണാനിധിയോടൊപ്പം പ്രവർത്തിച്ച പ്രഗത്ഭനായ വ്യക്തിയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോഴിക്കോട് വെച്ച് 100 സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നിരന്തരമായി പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി, എന്റെ റബ്ബിനെ പേടിച്ചാൽ മതി എന്ന് ആയത്ത് നിരന്തരമായി ഓതിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റ ഒരായത്താണ് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നത്. അബ്ദുള്ള അടിയാർ പിൽക്കാലത്ത് പറഞ്ഞ് ഒരു പോലീസിനെയും ഒരു മർദ്ദനത്തെയും ഒരു അങ്ങനെയുള്ള അക്രമത്തെയും എനിക്ക് പേടിയില്ലായിരുന്നു. എനിക്ക് ധൈര്യം തന്നത്, എനിക്ക് ശക്തി തന്നത് എന്റെ ഖുർആനാണ്, ഇസ്ലാമാണ്. ഇസ്ലാം എന്ന സമാധാനത്തിന്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ പ്രകാരം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവരാണ് ആ ലൈലത്തുൽ ഖദർ ഇറക്കിയിട്ടുള്ള ആ ഖുർആനിൽ അവർ ഉൾപ്പെടും എന്നുള്ളതാ. അവർ ഏറ്റവും അനുഗ്രഹീതരായി പ്രഭാതം വരെ ഏറ്റവും അനുഗ്രഹീതമായ ആ സന്ദർഭത്തിൽ ആ പുണ്യ ദിവസത്തിന്റെ ആ പുണ്യാവിന്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾ അവർക്ക് ലഭിക്കുമെന്ന അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നു. കേവലം അനുസരണയല്ല, ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് രോഗം വന്നാലും, എന്ത് കടങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എനിക്കെന്നെ റബ്ബ് മതി, റബ്ബാണ് തന്നത് എന്ന വിശ്വാസം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ അമ്പിയാക്കളിൽ ഉൾപ്പെടുന്നു, അവൻ സുദ്ദീഖീങ്ങളിൽ ഉൾപ്പെടുന്നു, അവൻ ശുഹദാക്കളിൽ ഉൾപ്പെടുന്നു, സജ്ജനങ്ങളായ അല്ലാഹുവിന്റെ അടിയാറുകൾ അവൻ ഉൾപ്പെടുന്നു. അവരത്രേ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് ആദ്യകാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കമിന്റെ വീട്ടിൽ വെച്ചാണ് പ്രബോധനം പ്രവർത്തനം. അർക്കം ഒരു അഭിയാർക്കം 17 വയസ്സുകാരനാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, ഏതെങ്കിലും ഒരു വീട്ടിൽ അവിടെ വെച്ച് പ്രബോധന പ്രവർത്തനം നടത്തിയാൽ അന്ന് ശത്രുക്കളായ ആളുകൾ ആ വീടടക്കം വളയുകയും വീട് കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയില്ല. പക്ഷെ ഈ 16-17 വയസ്സുകാരനായ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്റെ വീട് എന്റെ പ്രവാചകരെ ഞാൻ വിട്ടുതരില്ല. അതിന്റെ വീട്ടിൽ എന്റെ വീട് പോയാലും അതിന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല റസൂലേ, അള്ളാഹുവിന്റെ ഖുർആൻ പ്രചരിപ്പിക്കാനല്ലേ. പ്രിയപ്പെട്ടവരെ, അത് നോക്കണം. നമ്മുടെ ഖുർആൻ, നമ്മുടെ വീട്ടിൽ ഒരു ഖുർആൻ ക്ലാസ് വെക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസവും സമയമില്ല, പ്രശ്നമാണ്. പള്ളിയിൽ ഒരു ഖുർആൻ ക്ലാസ് വെച്ചാലോ അതിനും നമുക്ക് സമയം ഉണ്ടാവില്ല, പ്രശ്നമാണ്. എന്നാലോ നമുക്ക് ലൈലത്തുൽ ഖദർ ടൈമാണ് അല്ലെ. അള്ളാഹു നമ്മളെ തിരിച്ചറിയുന്ന സംഗതിയെ പടച്ചതുകൊണ്ടാൻ നമ്മളോട് പറയും, നിങ്ങൾക്ക് തരാം, ലൈലത്തുൽ ഖദർ തരാം, പക്ഷെ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഖുർആനിനെ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം, അത് നിങ്ങൾ പ്രചരിപ്പിക്കണം, എവിടെയും പ്രചരിപ്പിക്കാൻ അതിന്റെ പഠിതാക്കളാകണം. അത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അതിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ ഞാൻ തരാം എന്നാണ് റബ്ബ് പറഞ്ഞത്. മസ്ഊദ് റളിയല്ലാഹു അൻഹു, അർക്കമിന്റെ മറ്റുള്ള റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ രഹസ്യ പ്രബോധനം. ആരെങ്കിലും വരുന്നോ, ഉണ്ടോ, ഇല്ലേ, ആരെങ്കിലും വരുമോ, കാണോ, ഇല്ലേ? ആ സമയത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടുന്നത് പരസ്യമാക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പരസ്യമാക്കണം, പ്രവാചകരെ പരസ്യമാക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുത്തിരിക്കുന്ന കുറച്ച് സഹാബികൾ, ആ സഹാബികളോട് ചോദിക്കുന്നുണ്ട്, സഹാബികളെ, ആരാണ് ഇത് പരസ്യപ്പെടുത്തുക? ഒരു മനുഷ്യൻ ചാടി എഴുന്നേൽക്കുക. ആരാന്നറിയോ? ഒരു മിനിഞ്ഞൊരു മനുഷ്യനാണ്. ഒന്ന് ഊതിയാ പാലിക്കും, കാലിന് ബലം കുറവാണ്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ റെഡി, ഞാൻ പോകാം. എവിടെയാ പോകുന്നത് അറിയോ? മസ്ജിദുൽ ഹറമിലേക്കാ, കഅബത്തിന്റെ അടുത്തേക്കാ. അവിടെ ഉള്ളത് ആരാ? ക്രൂരന്മാരായ പ്രവാചകൻ അനുയായികളെ കാത്തു നിൽക്കുന്ന, ഇഞ്ചിഞ്ചായി വധിക്കാൻ കൊല്ലാൻ കാത്തു നിൽക്കുന്ന കിങ്കരന്മാരായ ആളുകളാ. സ്വഹാബികളെല്ലാവരും എഴുന്നേറ്റു. റസൂലേ, നിങ്ങൾ പോകല്ലേ, നിങ്ങൾക്കൊരു ഇവിടെ ഒരു തറവാടിത്തൊന്നുമില്ല. എന്താ തറവാടിത്തില്ലാന്ന് വലിയ കാരണം? ഖുറൈശി കുടുംബത്തിനോ അങ്ങനെയുള്ള വലിയ കുടുംബത്തിനോ പെട്ട ആളല്ല. അഥവാ അങ്ങനെയുള്ള ആളാണെങ്കിൽ ചില ആളുകളൊക്കെ സംരക്ഷണത്തിന് വരും, എന്റെ കുടുംബക്കാരനാട്ടോ, ഓന് തുടരുത് കേട്ടോ എന്നൊക്കെ പറയും. മസ്ഊദിന് അങ്ങനെയില്ല, സാമ്പത്തികമായ ശേഷിയോ ഒന്നുമില്ല, വളരെ പാവപ്പെട്ടനാ, വളരെ ദരിദ്രനാ. ആ മനുഷ്യൻ ചാടി എഴുന്നേൽക്കപ്പെട്ടു. റസൂലുള്ളാഹി, ഞാൻ പോകട്ടോ? സ്വഹാബികൾ പറഞ്ഞു, പോയില്ലേ മസ്ഊദ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കടന്നു ചെന്ന് കഅബാലയത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് ഇങ്ങനെ റഹ്മാൻ ഖുർആൻ, ഖുർആനിന്റെ നവവധു എന്നറിയപ്പെടുന്ന ആ സൂറത്ത് ഇങ്ങനെ ഓതുക. റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളൊക്കെ വല്ലാതെ ആകർഷണത്തിൽ ഇതുവരെ കേൾക്കാത്ത ഒരു മഹാത്ഭുതം കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ നിൽക്കുക കഅബാലയത്തിന് ചുറ്റും. ആ സമയത്ത് ഒരുത്തൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, അല്ലട്ടോ, ഇത് മുഹമ്മദിന്റെ വചന, ഇത് നമ്മെ കളവാക്കാൻ വേണ്ടി, നമ്മെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്നിങ്ങനെ വിളിച്ചു പറയുന്നത്. ആളുകൾ ശ്രദ്ധാകെ മാറി. അവര് ആക്രമിക്കാൻ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആക്രമിക്കാൻ തുടങ്ങി, ക്രൂരമായി ആക്രമിച്ചു. ആ ചെറിയ മനുഷ്യൻ ഒരുപാട് പ്രയാസപ്പെട്ടു. എന്നിട്ട് പോലും അവിടെ ഇങ്ങനെ ഓരോ അടി കിട്ടുമ്പോഴും അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. 31 തവണ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ
ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അവിടെയാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആര് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നോ അവൻ ഇബ്നു മസ്ഊദിന്റെ കൂട്ടത്തിലാണ്, അവൻ അർക്കമിന്റെ കൂട്ടത്തിലാണ്, അവൻ ലൈലത്തുൽ ഖദർ കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ, പ്രചരിപ്പിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രതിജ്ഞ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, ഒരു ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് തയ്യാറാകുക, നേതൃപരമായി പങ്കുവയ്ക്കുക. ഞാൻ അതിൽ പങ്കെടുക്കുന്നു പറയുക. ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ ഇത്ര സംഖ്യമാണ്, ഇങ്ങനെ ഇതുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സംഭാവന കൊടുക്കുക, സഹായം ചെയ്യുക. ഇന്ന് ഒരുപാട് പിരിവുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, തടയലിന്റെ പിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പരമാവധി ധർമ്മം ചെയ്യുക, അല്ലെ? നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതിനനുസരിച്ച് നമ്മുടെ സംസാരം, സ്വഭാവം എന്നിവരെല്ലാം നമ്മൾ നിയന്ത്രിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ പള്ളിയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ നമ്മൾ അതുമായിട്ട് അടുപ്പിച്ചു കൊണ്ടുവരിക. ധർമ്മങ്ങൾ ധാരാളം നമ്മൾ ചെയ്തുകൊള്ളുക. ഇപ്പൊ ആരാകട്ടെ, സഹായത്തിന് വരുന്നത് ആരാകട്ടെ, നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും നമ്മൾ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ചില ആളുകളുണ്ട്, ജുമഅത്ത് ഖത്തീബ് പറയും ഇന്ന ആളുകൾ പിരിവിലുണ്ട്, അയാൾ ബക്കറ്റ് ബേക്കിൽ വെക്കുന്നേരം ബക്കറ്റ് കാരൻ ബേക്കിൽ എത്തുന്നതിന് പറ്റി ഇയാൾ ചാടിപ്പോകും, ശുദ്ധത്തെ പോലെ നിസ്കരിക്കാതെ. എന്താ കാരണം അറിയോ? ആ ബക്കറ്റ് പൈസ അള്ളാഹു നമ്മൾക്ക് ലൈലത്തുൽ ഖദർ തരാമെന്ന് ഓഫർ ചെയ്യാം ബക്കറ്റിനോട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ ആ 10 രൂപ അതിലിടുന്നത് കൂടി, അദ്ദേഹത്തെ സഹായിക്കുന്നത് കൂടി, ഇതാ ലൈലത്തുൽ ഖദർ ആ നിർണയത്തിന്റെ രാത്രി നിങ്ങൾക്ക് തരാമെന്ന് പടച്ചവനെ പറയുന്നത്. പക്ഷെ നമുക്കത് വേണ്ട. ആ ബക്കറ്റ് കാണുന്നതിന് മുമ്പ് ഈ ഇടതു ഭാഗത്താണ് ബക്കറ്റ്, അല്ലെങ്കിൽ ഇന്ന വാതിൽക്കലാണ് ബക്കറ്റ് നോക്കി മറുഭാഗത്തോടെ ചാടിപ്പോകുക. നമ്മൾ ധിക്കരിച്ചു പോവുക. അന്ന് നമുക്ക് ഒന്നോ നിങ്ങൾക്ക് ആ വെച്ചത് ചെയ്യുക എന്നുള്ളത് അത് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഫിത്ർ സക്കാത്ത് ഒക്കെ തന്നെ അതിന്റെ വിഹിതമെല്ലാം നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇവിടെ 130 രൂപയാണ് എന്നാണ് കമ്മിറ്റിക്കാരെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സക്കാത്ത് പോലെയല്ല ഫിത്ർ സക്കാത്ത്. സക്കാത്ത് ധനികൻ കൊടുത്താലും മതിയെങ്കിലും ഫിത്ർ സക്കാത്ത് എല്ലാ ആളുകൾക്കും പെരുന്നാളിന്റെ അന്ന് പ്രസവിച്ചിരുന്ന കുട്ടിക്ക് പോലും അത് നിർബന്ധമാണ് എന്നല്ല. അപ്പം അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഹചര്യം എന്നാണ് അത് അറിയപ്പെട്ടത്. അതായത് ഒരു കൈ ഇങ്ങനെ കോരുന്ന 3 വട്ടം കോരി എടുക്കുന്ന രൂപത്തിൽ, അതായത് ഒരു മുദ്ദ്, 2 മുദ്ദ്, 3 മുദ്ദ്, അതിന് അവസാനം ഒരു സാഹചര്യം പറയുക. അപ്പൊ ആ സാഹചര്യം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് 2 കാര്യമില്ല. അപ്പൊ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതൊരു ധനികന്, ഒരു പാവപ്പെട്ടവന് ഒരു ഭക്ഷണമായിട്ടും. അതോടൊപ്പം നമ്മൾ നോമ്പിലൊക്കെ വിശ്വാസികളിൽ നിന്ന് അപാകതകളൊക്കെ വന്നിട്ടില്ലാതൊന്നും ആർക്കും പറയുന്നില്ല. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം ശുദ്ധീകരിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണങ്ങൾ കൂടിയാണ് ഫിത്ർ സക്കാത്ത്. അതിലൊക്കെ നമ്മൾ സജീവമായി പങ്കെടുക്കണം എന്നാണ് അറിയിക്കാറുള്ളത്. അതോടൊപ്പം ഈദ്ഗാഹ് 7 മണിക്ക് അടുത്ത നമുക്കറിയാം കബാലും വെള്ളിയാഴ്ചയായിരിക്കും. 7 മണിക്ക് പയ്യോളി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനായ എം അക്ബർ സാഹിബ് ആണ് നേതൃത്വം നൽകുന്നത്. എല്ലാവരും വളരെ നേരത്തെ തന്നെ അതിൽ ഒക്കെ പങ്കെടുക്കണം എന്നാണ് അറിയിക്കാറുള്ളത്. അതോടൊപ്പം റമദാൻ കലക്ഷൻ, നമ്മുടെ പള്ളിയുടെ റമദാൻ കലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിലും മുഴുവൻ ആളുകളും സജീവമായി പങ്കെടുക്കുക എന്ന് കൂടി അറിയിക്കുകയാണ്. തടലിന്റെ ഇന്നത്തെ ബക്കറ്റ് കലക്ഷൻ ഉണ്ട്, അതിലും പങ്കെടുക്കണം എന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ പരിഭാവനമായ ഈ മാസത്തിൽ ലൈലത്തുൽ ഖദർ കിട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ.